റിപ്പോർട്ട് ബ്രേക്കിംഗ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ അധ്യാപകൻ ഡോക്ടർ റാമിനെതിരെ വെളിപ്പെടുത്തലുമായി വീണ്ടും വിദ്യാർത്ഥികൾ രംഗത്ത്. ഡോക്ടർ റാം ചെരുപ്പിട്ട് വന്ന തന്നെ കോളനി എന്ന് വിളിച്ചെന്ന് വിദ്യാർത്ഥികൾ. സഹപാഠിയായ പെൺകുട്ടിയെ കൊണ്ട് ചെരുപ്പ് വെച്ച് തല്ലിക്കാൻ ശ്രമിച്ചു. പെൺകുട്ടിയെ കറുത്ത പശു എന്ന് വിളിച്ച് പരിഹസിച്ചെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേൾക്കാം. ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എൻ്റെ ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ടൊരു ബെഗറിൻ്റെ ലുക്കില്ല, ഇവനെ കണ്ടിട്ടൊരു കോളനി ബെഗറിൻ്റെ ലുക്കില്ല. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറഞ്ഞു ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയിരുത്തും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനെ അവർ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്, അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അയാൾ പോയതിന് ശേഷം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രമല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എൻ്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. മരണശേഷവും നിതിനെതിരെ അധ്യാപകൻ അധിക്ഷേപം തുടർന്നു. സിമ്പതിക്ക് വേണ്ടിയാണ് നിതിൻ ജീവനൊടുക്കിയതെന്ന് പറഞ്ഞു. നിതിനെ സ്ലം ഡോഗ് എന്നാണ് വിളിച്ചതെന്നും സഹപാഠി ആർച്ച റിപ്പോർട്ടറിനോട് പറഞ്ഞു. വന്ന് അന്ന് തൊട്ട് കേൾക്കാൻ തുടങ്ങിയ പേര് MK റാം. ഫസ്റ്റ് ക്ലാസ് എന്താ നടന്നതെന്ന് പോലും ഒരു പിടിയില്ല. വന്നു ഗീത, ബൈബിൾ, ഖുറാൻ, ഈ സംഭവത്തെ പറ്റി എന്തൊക്കെയോ സംസാരിച്ചു, എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു, ഖുറാനെ എന്തൊക്കെയോ പറഞ്ഞു, മുസ്ലിം കുട്ടികളെ എന്തോ പറഞ്ഞു, ബോഡി ഷേമിങ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയി. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഓക്കെ തള്ളുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പം ഓരോരോ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾ ഓക്കെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവണം. എന്താണ് സൈക്കോ പോലെയാ, സൈക്കോ ആണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ആ രീതിയിലെ കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയും, ഒരാളെ മാത്രമല്ല എല്ലാവരെയും നല്ല രീതിക്ക് ടോർച്ചർ ചെയ്യുന്നത്. ബോഡി ഷെയ്മിങ്ങും റിലീജിയസ് ആയിട്ടുള്ള ഓരോ ടോക്കും എല്ലാം കൊണ്ടും പറ്റാത്ത അവസ്ഥയായിപ്പോ. ക്ലാസ്സിൽ വരുമ്പോൾ MK റാം നിതിനെ ഏത് തരത്തിലായിരുന്നു ഹറാസ്മെന്റ് ചെയ്തത്? ശരിക്കും സ്ലം ഡോഗ് എങ്ങനെയാണോ സ്ലം ഡോഗ് അങ്ങനെയായിരുന്നു ഫുള്ളി ഹറാസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വീക്ക് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് അവന്റെ അമ്മേനെ പറഞ്ഞു, അവന് പറഞ്ഞു. ലാസ്റ്റ് അവന് ഒട്ടും പറ്റാതെ ഇരുന്നപ്പോഴവൻ എന്തോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയെ. പോലീസ് പ്രതി ചേർത്ത അധ്യാപകർ രണ്ടുപേരും നിലവിൽ ഒളിവിലാണ്. അധ്യാപകരെ ന്യായീകരിച്ച് പ്രിൻസിപ്പലും രംഗത്തെത്തി. കേൾക്കാം. മാഡത്തിന്റെ പരാതിയുണ്ട്, മാഡം വ്യക്തമായ പരാതി തന്നിരിക്കുന്നത്, അതിന്റെ പ്രൂഫ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. സൈബർ സെല്ലിനും അറിയാം. അന്നേ ദിവസം കൊടുത്തിട്ടില്ലല്ലോ, 10-ാം തീയതി. അതെ, 10-ാം തീയതി പരാതി എഴുതി മാഡം തന്നെ. കാരണം അത് ആദ്യം ഇങ്ങനെ ഒരു മാഡത്തിന്റെ ഫോണിൽ പുള്ളിയുടെ ഫോട്ടോയും നിതിൻ രാജിന്റെ ഫോട്ടോയും എല്ലാം വന്നു. പിന്നെ അതിന്റെ ലോൺ എന്തോ എടുത്തു, അപ്പം കോൺസ്റ്റന്റായിട്ട് അടയ്ക്കണം, ഒരു ഭീഷണിയാണ് മാഡം പറഞ്ഞത്. അപ്പോൾ അത് വന്നു, മാഡം പരാതി തന്നു. ലോൺ ആപ്പിന്റെ ഭീഷണി അത് വ്യക്തമായിട്ടുണ്ട്. അത് വോയിസ് ക്ലിപ്പും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ആദ്യം ഞാൻ മാഡത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിന്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിന്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി, നാച്ചുറലി. മാഡം പഠിപ്പിക്കുന്നതാണെന്നല്ല, ക്ലാസ് എടുക്കുന്നതാണ്, ഫസ്റ്റ് ഇയർ ഇതാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, ഓരോ വിദ്യാർത്ഥികളുടെയും വാക്കുകൾ അർജുൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോൾ ആ കോളേജിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഈ റാം എന്ന് പറയുന്ന അധ്യാപകരുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥികളെയൊക്കെ അദ്ദേഹം വിളിച്ചിട്ടുള്ള പേരുകൾ എന്താണ്? സ്ലം ഡോഗ് എന്നും ഫാറ്റി എന്നും കറുത്ത പശുവെന്നും കോക്രോച്ച് എന്നുമൊക്കെ വിളിച്ചങ്ങ് അധിക്ഷേപിക്കുകയാണ് വിദ്യാർത്ഥികളെ, അല്ലേ? ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ റാം ഇപ്പോൾ എവിടെയാണ്? ഒളിവിലാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടികൾ എടുക്കാനും കണ്ടെത്താനുമുള്ള ശ്രമം അതേത് വഴിക്കാണ് നടക്കുന്നത്? അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമോ? മാത്രമല്ല, മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ റാമിനെ, ഇത്രയും ക്രൂരനായ ഒരു അധ്യാപകനെ അതിവേഗം പുറത്താക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ടോ? ഈ അധ്യാപകൻ എന്താണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിൽ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും അത്രയും വൃത്തികെട്ട രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഏറെ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ആ അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ അത് അറപ്പ് തോന്നുകയാണ്. ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. ആ വിദ്യാർത്ഥി പറയുന്നത് ക്ലാസ് മുറിയിലെത്തി ചെരുപ്പ് കൊണ്ട് അല്ലെങ്കിൽ താനിട്ട ചെരുപ്പ് നോക്കിയ അധ്യാപകൻ പറയുകയാണ് ഇവൻ ഏതോ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നതാണ്, ബെഗർ എന്നാണ് ആ വിദ്യാർത്ഥി ആ അധ്യാപകൻ അഭിസംബോധന ചെയ്യുന്നത്. അതിനു പുറമെ മറ്റൊരു പെൺകുട്ടിയോട്, ആ ക്ലാസ്സിലെ തന്നെ പെൺകുട്ടിയോട് തൻ്റെ സഹപാഠിയെ ചെരുപ്പ് കൊണ്ടടിക്കാൻ ആവശ്യപ്പെടുന്നതും ഈ അധ്യാപകനാണ്. അത്തരത്തിലുള്ള അനുഭവം തനിക്കുണ്ടായി എന്നൊരു വിദ്യാർത്ഥി തുറന്നു പറയുകയാണ്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റും അധ്യാപകരും ഒക്കെ ഈ പറയുന്ന അവിടെയുള്ള പ്രിൻസിപ്പാളും ഒക്കെ പറയുന്നത് ഈ നിതിൻ രാജിൻ്റെ മരണം എന്ന് പറയുന്നത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം, അതിങ്ങനെ ലോൺ ആപ്പിലേക്ക് മാത്രം ചുരുക്കുകയാണ്. ഈ അധ്യാപകൻ ഡോക്ടർ റാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിന് അവിടെയുള്ള പ്രിൻസിപ്പൾക്ക് കാര്യമായ ഉത്തരമില്ല, കാര്യമായ പ്രതികരണമില്ല. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ രീതിയിൽ ഉത്തരമില്ല. പക്ഷേ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. അതായത് ലോൺ ആപ്പിലേക്ക് മാത്രം ഇത് ചുരുക്കുകയാണ്. ലോൺ ആപ്പ് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ അധ്യാപകനെതിരെ എന്താണ് നടപടിയെടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം മാനേജ്മെൻറ്റിനുണ്ട്, പ്രിൻസിപ്പാളിനുണ്ട്. പക്ഷേ അത് ഇപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം പോലീസിൻ്റെ അന്വേഷണം. പോലീസ് ഇന്നലെയാണ് തിരുവനന്തപുരത്തെത്തി നിതിൻ രാജിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ അന്വേഷണ സംഘം പ്രത്യേകമായി രൂപീകരിച്ചിട്ടുള്ള SIT കണ്ണൂരിലേക്ക് തിരിച്ചെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കോളേജിലേക്ക് എത്തിയിരുന്നു. കോളേജിലേക്ക് എത്തി ഈ അധ്യാപകരുടെ അനാട്ടമി വിഭാഗത്തിലെ 2 അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹപാഠികളായ വിദ്യാർത്ഥികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഹോസ്റ്റലിൽ, അതായത് നിതിൻ രാജ് താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഉൾപ്പെടെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, പുതുതായി തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ DGP ഈ അന്വേഷണത്തിൽ ഇടപെടുകയും ഇത്തരത്തിൽ എല്ലാ തെളിവുകളും ഒരു പഴുതടച്ച അന്വേഷണം വേണം എന്നുള്ള ഒരു കാര്യം അന്വേഷണ സംഘത്തിന് അത്തരം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഴുതടച്ച അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത ഭാഷയിൽ വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു പഴുതടച്ച അന്വേഷണം ഉണ്ടാവണം. ഈ അധ്യാപകൻ എവിടെയാണുള്ളത് എന്ന് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഏത് സാഹചര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ സ്വദേശം തെലങ്കാനയാണ് എന്ന് ആന്ധ്രാക്കാരനാണ്, ആന്ധ്രയിലുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ എവിടെയാണിപ്പോൾ നിൽക്കുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. പക്ഷേ പോലീസിന് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവിടെ നിൽക്കുന്നു. ഇപ്പോഴും ഇവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എപ്പോഴുണ്ടാകുമെന്നോ എപ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളതും പോലീസിന് വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. കൃത്യമായ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് മാത്രമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. റോഷ്നി. അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്. ആരോപണം നേരിടുന്ന അധ്യാപകർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാവുകയും തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുകയും വേണമെന്നുള്ളത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഡോക്ടർ റാം എവിടെയെന്ന് ഇപ്പോഴും അറിയില്ല, ഒളിവിലാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുള്ള, ബോഡി ഷേമിംഗ് നടത്തിയിട്ടുള്ള, ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള, വിദ്യാർത്ഥികളെയൊക്കെയും മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനെതിരെ പോലീസ് വളരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് പിടിച്ച് അകത്തിടേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഒളിവിലാണ് പോലും. ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു നിതിൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. കേരളം ഒരുപാട് ജാതി കൊലകളും ഇതുപോലുള്ള നിരവധി സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. അതിലൊക്കെയും പോലെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറുകൾ സംഭവിക്കുമ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള അധ്യാപകരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കുറച്ച് കാലത്തിന് ശേഷം അവരെ തിരികെ എടുത്ത് അവർ ഈ പറയുന്ന ശമ്പളവും വാങ്ങി ജോലി ചെയ്യുന്ന ഇത് ഇങ്ങനെ തുടരുന്ന ഒരു അവസ്ഥ കേരളത്തിൽ പലകുറി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഈ പ്രതികൾക്കെതിരെ അങ്ങനെ തന്നെയാണ്, അവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടായിരിക്കണം.